പണ്ട് പണ്ട് വാൽമീകി മഹർഷി രാമായണം എഴുതി പൂർത്തിയാക്കിയതിനു ശേഷം അതിലെ ഓരോ കാണ്ഡങ്ങൾക്കും പേര് നൽകുകയായിരുന്നു. അതിനിടയിൽ ഹനുമാന്റെ വീരസാഹസങ്ങൾ നിറഞ്ഞ കാണ്ഡമെത്തി. അതിന് അദ്ദേഹം ഹനുമത് കാണ്ഡം എന്നു പേര് നൽകി. ഇതറിഞ്ഞ ഹനുമാൻ അദ്ദേഹത്തെ സമീപിച്ച് തൻ്റെ പേര് നൽകരുതെന്ന് വിനീതനായി പറഞ്ഞു. ഇത് കേട്ട വാൽമീകി മഹർഷി ഹനുമത് കാണ്ഡം എന്നതു തിരുത്തി അതിന് സുന്ദരകാന്ഡം എന്ന് നാമകരണം ചെയ്തു. സന്തോഷവാനായ ഹനുമാൻ ഏറെ നാളുകൾക്കു ശേഷം തൻ്റെ അമ്മയായ അഞ്ജനാദേവിയെ കാണാനായി പുറപ്പെട്ടു. സ്വന്തം മകനെ കണ്ട അഞ്ജനാദേവി പ്രിയമകനെ സുന്ദര എന്ന വാത്സല്യപൂർവ്വം വിളിച്ച് ആശ്ലേഷിച്ചു. ഒരു ഞെട്ടലോടെ ഹനുമാൻ അഞ്ജനാദേവിയോട് ചോദിച്ചു, മാതാവേ, അങ്ങ് എന്താണ് നമ്മെ ഇപ്പോൾ വിളിച്ചത്? അതിനുത്തരമായി അഞ്ജനാദേവി പറഞ്ഞു, നിന്റെ ബാല്യത്തിലെ പേരായ സുന്ദര എന്നാണ് ഞാൻ നിന്നെ വിളിച്ചത്. താൻ എപ്പോഴോ വിസ്മരിച്ചുപോയ തൻ്റെ തന്നെ നാമം ഹനുമത് കാണ്ഡത്തിനു പകരം നൽകിയ വാൽമീകി മഹർഷിയുടെ അറിവും സാമർഥ്യവും സീമകൾക്കതീതമെന്ന് ആ നിമിഷം ഹനുമാൻ തിരിച്ചറിയുകയായിരുന്നു. വാൽമീകി രാമായണത്തിലെ 5ാമത്തെ കാണ്ഡമായ സുന്ദരകാന്ഡത്തിൽ ഹനുമാന്റെ ഭക്തി, ധൈര്യം, വിവേകം, നിഷ്കാമസേവ, ത്യാഗം ഇതെല്ലാം വളരെ സൂക്ഷ്മമായി പ്രതിപാദിച്ചിരിക്കുന്നു.